മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം. നമ്മുടെ ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് പൂർത്തീകരിച്ചിരിക്കുന്നു. മൂന്ന് മുന്നണികളെ കുറിച്ച് നമ്മൾ ഈ ഒരു തിരഞ്ഞെടുപ്പിനെ കുറിച്ച് പരിശോധിക്കുകയാണെങ്കിൽ വളരെ വ്യക്തമാണ്. LDF എടുത്താലും UDF എടുത്താലും NDA എടുത്താലും BJP നേതൃത്വം കൊടുക്കുന്നത് എടുത്തു നോക്കിയാലും വളരെ വ്യക്തമാണ്. ഭാരതീയ ജനതാ പാർട്ടിക്ക് വളരെ വലിയ മുന്നേറ്റം ഈ ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ നടത്താൻ സാധിച്ചിട്ടുണ്ട്. ഒന്നും വെറുതെ പറയല്ല. വളരെ നിഷ്പക്ഷമായിട്ട് ബോധമുള്ള ഏതൊരു മലയാളിയും ചിന്തിച്ചു നോക്കിയാൽ ഈ ഒരു റിസൾട്ട് കിട്ടും എന്നുള്ളതൊരു യാഥാർത്ഥ്യ. കാരണം എന്താ, ഈ ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പില് ഏറ്റവും കൂടുതൽ സ്ഥാനാർത്ഥികളെ നിർത്തിയിട്ടുള്ളത് ഭാരതീയ ജനതാ പാർട്ടിയാണ്. ചരിത്രത്തിൽ ഇന്നേ വരെ ഇല്ലാത്ത രീതിയിൽ ക്രിസ്ത്യൻ മതവിശ്വാസികളുമായി ബന്ധപ്പെട്ട് 2000-ഓളം സ്ഥാനാർത്ഥികളെ ഭാരതീയ ജനതാ പാർട്ടിക്ക് ഈ ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പില് മുന്നോട്ട് വെക്കാൻ സാധിച്ചിട്ടുണ്ട്. മാത്രമല്ല, മുസ്ലിം മതവിശ്വാസികളായിട്ടുള്ള നിരവധി സ്ഥാനാർത്ഥികളെ ഭാരതീയ ജനതാ പാർട്ടിക്ക് മുന്നോട്ട് നിർത്താൻ സാധിച്ചിട്ടുണ്ട്. അതായത് ഈ ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥികളുമായി ബന്ധപ്പെട്ടും ഇതുമായി ബന്ധപ്പെട്ടുള്ള പ്രചരണങ്ങളൊക്കെ എടുത്തു നോക്കുമ്പോൾ വളരെ വലിയ മുന്നേറ്റമുള്ളത് ഭാരതീയ ജനതാ പാർട്ടിക്ക് തന്നെയാണ് എന്നുള്ളതിൽ ഒരു തർക്കവും വേണ്ട. നമ്മൾ റിസൾട്ട് വരുമ്പോ ഇവരങ്ങനെ ഇവരിങ്ങനെ എന്ന് പറയുന്നതിലപ്പുറം ബോധത്തോടു കൂടി ഓരോ മലയാളിയും ചിന്തിക്കേണ്ടത് കൃത്യമായിട്ട് ഒരു വളർച്ച ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് BJP ആണ് എന്നുള്ള യാഥാർത്ഥ്യമാണ് മനസ്സിലാക്കാൻ സാധിക്കുക. ബോധവും വിവരവുമുള്ള ആളുകള് ഈ തിരഞ്ഞെടുപ്പിനെ നോക്കുമ്പോൾ വളരെ വ്യക്തമാണ്. ന്യൂനപക്ഷ മതങ്ങളിൽ നിന്നുൾപ്പെടെ നിരവധി സ്ഥാനാർത്ഥികളെ, ക്രിസ്ത്യൻ മതവിശ്വാസത്തിൽ നിന്ന് 2000-ഓളം സ്ഥാനാർത്ഥികളെ ഉൾപ്പെടെ മുന്നോട്ട് നിർത്താൻ ഭാരതീയ ജനതാ പാർട്ടിക്ക് സാധിച്ചു. ഇന്ന് ലേറ്റസ്റ്റ് ആയിട്ട് മറ്റൊരു കേരളത്തിലെ വലിയൊരു പ്രചരണത്തെ അങ്ങ് അമിത്ഷാ തകർക്കുകയും ചെയ്തിട്ടുണ്ട്. നമുക്കറിയാം, നമ്മുടെ കേരളത്തിൽ ഒരു പ്രത്യേകതരം ഒരു പ്രചരണമുണ്ട്. സുഡാപ്പികള്, തീവ്ര ചിന്താഗതിക്കാര്, നമ്മുടെ കേരളത്തിലെ പ്രമുഖ മാധ്യമങ്ങളൊക്കെ ഒരുമിച്ച് ഒറ്റക്കെട്ടായിട്ട് നടത്തുന്ന ഒരു പ്രചരണമാണ് ന്യൂനപക്ഷങ്ങളെ ഭയപ്പെടുത്താൻ. ത്രിതല പഞ്ചായത്ത് വരുമ്പോഴും നിയമസഭ വരുമ്പോഴൊക്കെ ഭാരതീയ ജനതാ പാർട്ടിക്ക് ഒരു വോട്ടും വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഇവർ നടത്തുന്ന ഒരു വലിയ പ്രചരണ എന്താ, രാജ്യത്ത് RSS വൽക്കരണമാണോ, രാജ്യത്തെ എല്ലാ സ്ഥാനങ്ങളിലും RSS വരുന്നേ, RSSന് BJP കയറ്റുന്നേ എന്നൊക്കെയാണ് ഇവിടെ വിളിച്ചു പറയാറുള്ളത്. പ്രധാനമായിട്ടും CP രാധാകൃഷ്ണൻ നമ്മുടെ ഉപരാഷ്ട്രപതി സ്ഥാനത്തേക്ക് മത്സരിക്കാൻ സ്ഥാനാർത്ഥിയായത് മുതൽ RSS വൽക്കരണോ എന്ന് പറഞ്ഞിവിടെ വലിയ ബഹളായിരുന്നു. നമ്മുടെ ഗവർണർ ഉൾപ്പെടെ വരുന്ന സമയത്ത് RSS എന്ന് പറഞ്ഞ് വലിയ ബഹള. RSSനെതിരെയാണ് ഇവിടെ UDF, ഇവിടെ LDF, ഈ പറയുന്ന സകല തീവ്ര ചിന്താഗതിക്കാരും സുഡാപ്പികളും സകല ആളുകളും. ഞങ്ങൾ അനുവദിക്കില്ല, RSSന്റെ തീരുമാനങ്ങൾ നടത്താൻ ഞങ്ങൾ അനുവദിക്കില്ല എന്നൊക്കെയാ ഇവർ നിരന്തരം പറയാറുള്ളത്. ഇതൊക്കെ അങ്ങേയറ്റത്തെ പൊട്ടത്തരാന്നുള്ളത് വിളിച്ചു പറയുന്നവർക്കും അറിയാം. ബോധമുള്ള ഓരോ മലയാളിയും ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ മാത്രം മതി. രാജ്യം ഭരിക്കുന്നത് RSS ആ, ഒരു തർക്കമില്ലാത്ത വിഷയം. അത് ഞാൻ വെറുതെ അത് വിളിച്ചു പറയുന്നല്ല. ഈ തീവ്ര ചിന്താഗതിക്കാരുടെയും ഈ മാപ്രകളുടെയൊക്കെ സകല പ്രചരണവും രാഹുൽ ഗാന്ധി സഭയിൽ നിന്നും അങ്ങ് വിളിച്ചു പറഞ്ഞു. അതിന് ചൂട്ട മറുപടിയായിട്ട് അമിത്ഷാ രംഗത്തെത്തിയിട്ടുണ്ട്. ഞാനതൊന്ന് വായിച്ച് കേൾപ്പിക്കാം. അമിത്ഷാ സഭയിൽ പറഞ്ഞിട്ടുള്ള മറുപടിയാണ്. ഞാനത് ആദ്യം ഇവിടെ കൊടുക്കാം, നിങ്ങളത് കേട്ടു. उन्होंने कहा कि महत्वपूर्ण पद पर RSS की विचारधारा के लोग रख लिए जाते हैं, तो इसमें क्या आपत्ति है भाई? क्या इस देश में कोई कानून बना है कि RSS की विचारधारा वाले हैं उनको कोई महत्वपूर्ण? अरे इस देश का प्रधानमंत्री RSS की विचारधारा वाला है, देश का गृह मंत्री RSS की विचारधारा वाला है और जनादेश से बनकर आए, आपकी कृपा से बनकर नहीं आए. നിങ്ങൾ കേട്ടില്ലേ? ഞാൻ അതിന്റെ പരിഭാഷ വായിച്ചേൽപ്പിക്കും. അദ്ദേഹം പറഞ്ഞു, രാജ്യത്തെ പ്രധാനപ്പെട്ട സ്ഥാനങ്ങൾ RSSകാർ കൈയടക്കി വെച്ചിരിക്കുന്നു. അതിൽ എന്താണ് പ്രശ്നം? RSSുമായി ബന്ധപ്പെട്ട ആളുകൾക്ക് പ്രധാനപ്പെട്ട സ്ഥാനങ്ങൾ നൽകാൻ പാടില്ല എന്ന് പറയുന്ന ഏതെങ്കിലും നിയമമുണ്ടോ? ഈ രാജ്യത്തെ പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും RSS പ്രത്യയശാസ്ത്രത്തിൽ വിശ്വസിക്കുന്നവരാണ്. ഈ രാജ്യത്തെ ജനങ്ങളാണ് ഞങ്ങളെ തിരഞ്ഞെടുത്തത്, നിങ്ങളുടെ ഔദാര്യം കൊണ്ടല്ല. നമ്മുടെ ആഭ്യന്തരമന്ത്രി അമിത്ഷാ ലേറ്റസ്റ്റ് ആയിട്ട് സഭയിൽ രാഹുൽ ഗാന്ധിക്ക് കൊടുത്ത ചുട്ട മറുപടിയാ. നമ്മുടെ കേരളത്തിലെ മാപ്രകളും സകല തീവ്ര ചിന്താഗതിക്കാരും പറയുന്ന അതേ ശൈലിയിൽ സഭയിൽ പോയിട്ട് അങ്ങ് പറഞ്ഞു, RSS വൽക്കരണോ എന്ന് അമിത്ഷാ പറഞ്ഞ മറുപടി നിങ്ങൾ കേട്ടില്ലേ?
രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി RSSകാരനാണ്. രാജ്യത്തിന്റെ ആഭ്യന്തരമന്ത്രി അമിത്ഷാ RSSകാരനാണ്. രാജ്യം ഭരിക്കുന്നത് RSSകാരനാണ്. ഇതൊരു യാഥാർത്ഥ്യ. ഇതൊക്കെ ഇവിടെയുള്ള UDFന്റെയും LDFന്റെയും ഒക്കെ നേതൃനിരയിലെ ആളുകൾക്കും അറിയാം. പക്ഷേ അവർക്ക് സാധാരണക്കാരായിട്ടുള്ള ന്യൂനപക്ഷങ്ങളിലുള്ള ആളുകളെ പ്രധാനമായിട്ടും ഭയപ്പെടുത്തിയിട്ട് അവരുടെ വോട്ട് വാങ്ങണം. അതിനു വേണ്ടിയിട്ട് നിരന്തരം പറയും 24 മണിക്കൂർ RSS വൽക്കരണേ, RSSനെ ഞങ്ങൾ അനുവദിക്കില്ല എന്നൊക്കെയാ പറയാ. രാജ്യം ഭരിക്കുന്നത് RSS. കഴിഞ്ഞ 2014 മുതൽ രാജ്യം ഭരിക്കുന്നത് RSS. ഇവിടെയുള്ള ന്യൂനപക്ഷ മതങ്ങൾക്ക് ലോകത്ത് മറ്റേതൊരു രാജ്യത്തുള്ളതിനേക്കാൾ കൂടുതൽ സൗകര്യങ്ങളിലും സുരക്ഷയിലും സമാധാനത്തിലും അവർ മുന്നോട്ട് പോകുന്നു. ഇത് വെറുതെ പറയല്ല. കേരളത്തിൽ കൃത്യമായ ഒരു രാഷ്ട്രീയ മാറ്റം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. അത് വളരെ നിശബ്ദമായിട്ടാണ്, വളരെ പതുക്കെയാണ്. എന്നാൽ അതിനിന്ന് സ്പീഡ് കൂടിയിരിക്കുന്നു. കാരണം യാഥാർത്ഥ്യങ്ങൾ സാധാരണക്കാരിലേക്ക് പ്രമുഖ മാധ്യമങ്ങളിലെങ്കിലും നിരന്തരം എത്തിക്കൊണ്ടിരിക്കുന്നു. ഞാനൊരു ഉദാഹരണം ഇവിടെ കൊടുക്കാം. ഒരു ഫേസ്ബുക്ക് പോസ്റ്റാ, കേരളത്തിൽ നടക്കുന്ന മാറ്റത്തെ കുറിച്ചുള്ള കൃത്യമായ ഫേസ്ബുക്ക് പോസ്റ്റ്. ഒരു VS ജോസഫ് എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ പോസ്റ്റാ. അതിൽ ഇത്തരത്തിലാണ് എഴുതിയിട്ടുള്ളത്: RSS കാവൽ നിൽക്കുന്ന ഭാരതത്തിൽ ഞങ്ങൾ ക്രിസ്ത്യാനികൾ ഭയമില്ലാതെ ക്രിസ്മസ് ആഘോഷിക്കും, വന്ദേ മാതരം. എന്നിട്ട് അതിനോടൊപ്പം യൂറോപ്പിലെ കവലകളിലുള്ള ഒരു ഫോട്ടോ ഇട്ടിട്ടുണ്ട്. ക്രിസ്മസ് ആഘോഷവുമായി ബന്ധപ്പെട്ട് ആയുധങ്ങളുമായിട്ട് അവിടെ സൈന്യമാണ് പരിശോധനകളുമായിട്ട് മുന്നോട്ട് പോകുന്നത്. കാരണം എന്താ? ജിഹാദികൾ വന്ന് അവിടെ പ്രശ്നം ഉണ്ടാക്കി. ആ പ്രശ്നത്തെ ഭയന്നിട്ട് അവിടെയുള്ള സാധാരണക്കാർക്ക് പ്രൊട്ടക്ട് ചെയ്യാൻ അവിടെ സൈന്യം ഇറങ്ങേണ്ട ഒരു ഗതികേട് യൂറോപ്പിൽ സംഭവിച്ചുകൊണ്ടിരിക്കുക. എന്നിട്ടൊരു ക്രിസ്ത്യ വിശ്വാസി കൃത്യമായിട്ട് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുക: RSS ഉള്ള ഭാരതത്തിൽ ഞങ്ങൾ സുരക്ഷിതർ എന്ന്. ഓരോ ആളുകളും തിരിച്ചറിയണം, RSS ഭരിക്കുന്ന ഭാരതത്തിൽ ഇവിടെ സമാധാനമുണ്ട് എന്ന്. ക്രിസ്തു മതവിശ്വാസികൾ, മുസ്ലിം മതവിശ്വാസികളും ഇത് രാജ്യത്തോട് ചേർന്ന് നിൽക്കുന്നവർ ഇത് അംഗീകരിച്ചുകൊണ്ടിരിക്കുന്നു. ഒരു യാഥാർത്ഥ്യമാണ്. കാരണം എന്താ? മുസ്ലിം ഭൂരിപക്ഷ രാജ്യമായിട്ടുള്ള പാകിസ്ഥാന്, സിറിയ, ഇറാഖ്, ഇറാന്, ബംഗ്ലാദേശ്, ഓരോ സ്ഥലങ്ങൾ, ഓരോ രാജ്യങ്ങളൊന്ന് എടുത്തു നോക്കിയാൽ മതി, പൊട്ടിത്തെറിയല്ലേ. വെള്ളിയാഴ്ച ജുമാ നിസ്കരിക്കുന്ന സമയത്ത് പോലും പാകിസ്ഥാനിൽ പള്ളികൾ പൊട്ടിത്തെറിക്കുന്നില്ലേ? അവിടെയുള്ള സാധാരണ മുസ്ലിങ്ങൾക്ക് സമാധാനം ഉണ്ടോ? ഇവിടെ RSS ഭരിക്കുന്ന ഭാരതത്തില് ഓരോ മുസൽമാനും രാജ്യത്തോട് ചേർന്ന് നിൽക്കുന്നവർ എത്ര സമാധാനത്തിൽ, എത്ര സുന്ദരമായിട്ടാണ്. ഈ തീവ്ര ചിന്താഗതിക്കാർ പിന്തുണക്കുന്ന ഒരു മുസ്ലിം ഭൂരിപക്ഷ രാജ്യത്തും ഒരു സമാധാനമില്ല. RSS ഭരിക്കുന്ന ഭാരതത്തിൽ ഓരോ മുസൽമാനും സമാധാനത്തെ അവരുടെ ആരാധന നടത്തി മുന്നോട്ട് പോവാ, പള്ളിയിൽ പോവാ, തിരിച്ചു വരാം, ഒരു പ്രശ്നമില്ല. ഇവിടെ ക്രിസ്ത്യാനിക്ക് യൂറോപ്പിൽ എന്താ അവസ്ഥ? യൂറോപ്പിൽ സൈന്യം ഇറങ്ങേണ്ടി വരിക, ജിഹാദികൾ കാണണം. ഇവിടെ കേരളത്തിലെ തീവ്ര ചിന്താഗതിക്കാരെ പോലെയുള്ള ഒരു പടി അധികം മൂത്ത സാധനങ്ങൾ യൂറോപ്പിലുണ്ട്. അതുകൊണ്ട് ക്രിസ്മസ് പോലും ഭയത്തിലാണ് ഇന്ന് അവിടെ മുന്നോട്ട് പോകുന്നത്. എന്നാൽ RSS ഭരിക്കുന്ന ഭാരതത്തിൽ ന്യൂനപക്ഷ മതത്തിൽപ്പെട്ട ആളുകളും സമാധാനത്തിലാണ് മുന്നോട്ട് പോകുന്നത് എന്ന് ന്യൂനപക്ഷ മതത്തിലുള്ള ആളുകളും കൃത്യമായിട്ട് തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുക. കേരളത്തിൽ ഒരു വലിയ മാറ്റം സംഭവിച്ചുകൊണ്ടിരിക്കുക. RSS ഭരിക്കുന്ന ഭാരതത്തെ അംഗീകരിച്ചുകൊണ്ടിരിക്കുക. ദിനം പ്രതി അംഗീകാരം കൂടിക്കൊണ്ടിരിക്കുന്നു. പ്രമുഖ മാധ്യമങ്ങളെ മാറ്റിവെച്ച് യാഥാർത്ഥ്യങ്ങൾ തിരഞ്ഞു നോക്കുന്ന ഓരോ ആളുകൾക്കും RSSന് വേണ്ടി കൈയടിക്കുകയല്ലാതെ മറ്റെന്ത് ചെയ്യാനാണ് സാധിക്കുക?